ദുൽഖർ മറ്റേ ആൻമരിയ കലിപ്പിലാണല്ലോ വരില്ലേ മീശപ്പുലിമലേന്ന്. സ്ലിപ്പായിട്ട് നിലത്ത് ഉണ്ടാവും. എന്താ പറയാ, അതൊരു നഷ്ടമായിട്ട് നമുക്ക് തോന്നില്ല. തോന്നുന്നുണ്ടോ? ഓക്കെ, ന്യൂട്രൽ ഇട്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല മഞ്ഞാണ്, കോടയാണ്. ഇതിനായിട്ട് നല്ല ഉറക്കത്തിലാണ്. പക്ഷെ എനിക്ക് വിളിക്കാനും പറ്റില്ല, കാരണം നല്ല ഓൾറെഡി നമ്മൾ ഉറക്കം ഇതാക്കിയതുകൊണ്ട്. ഇപ്പോൾ 7 മണിയായി സമയം. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ എല്ലാവരും പുറത്തൊക്കെ കസേരയിട്ടിരിക്കണം. നല്ല വ്യൂ ആണ്. അല്ല നല്ല കോട ആയതുകൊണ്ട് നല്ല രസമുണ്ട് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട്. പക്ഷെ ഈ ഡോർ എന്താണെന്ന് പറയുക, ഈ ഡോർ ഫ്രണ്ടിലത്തെ ഡോറല്ല. ഈ ഡോറ് കണ്ടപ്പോൾ ഞാൻ ഇന്നലെ പേടിച്ച്. പക്ഷെ ഇന്ന് നല്ലൊരു വ്യൂ ആണ്. കണ്ടോ, ഇതാണ് ഫ്രണ്ടിലെ ഡോറ്. ഇതൊക്കെ വെള്ളമാണോ? അയ്യോ 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 അയ്യോ, നൈസല്ലേ? ഇഷ്ടപ്പെട്ടു. രാത്രി വന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരു ഇഷ്ടം. കൂടുതൽ ഞാൻ ഇറങ്ങുന്നില്ല. അങ്ങനെ വിനുവേട്ടൻ എഴുന്നേറ്റുണ്ട്. ദേ പല്ലേച്ച് കുളിച്ച് സുന്ദരനായിട്ടുണ്ട്. ദേ പാപ്പ നീന ഞങ്ങൾ പോവാന്. ഞങ്ങൾ കണ്ടു ഇടമൊക്കെ. ഞങ്ങൾ ഇതൊക്കെ എപ്പോഴേ കണ്ടു അല്ലേ? കണ്ട അപ്പുറത്ത് ആൾക്കാർക്കൊക്കെ ഇതുണ്ട്. സമയം ഇപ്പോൾ എത്ര മണിയാണ്? 9 മണിയായിട്ടോ. ഈ നമ്മൾ കണ്ട 7 മണിയുടെ കോട ഇങ്ങനെ തന്നെയുണ്ട്. ഇതാണ് എൻ്റെ ഡ്രസ്സ്. എന്നെ നിങ്ങൾ നോക്കരുത്, ഇവിടെ വെള്ളമായതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ കൂട്ടി പിടിച്ചേക്കുവാണ്. ഓക്കെ, കഴിക്കാം. നമ്മൾ ഇന്നലെ അവിടെ നിന്ന് വാങ്ങിച്ച തുറക്ക് അത് പാൽക്കപ്പയാ? നമ്മൾ ഇന്നലെ ഡിന്നർ കഴിച്ചപ്പോൾ വാങ്ങിച്ച പാൽക്കപ്പയാണ്. നാശമായിട്ടില്ല എന്ന് വിചാരിക്കുന്നത്. ഇവിടുത്തെ തണവ് ആയതുകൊണ്ട് നാശമായിട്ടില്ല എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിൽ നമ്മൾ കഴിക്കാൻ പോവാം. പാൽക്കപ്പയും ബീഫും ഉണ്ട്, പിന്നെ ബ്രെഡും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറൊരു സാധനം കാണിച്ചേരേ. അപ്പോൾ നമ്മൾ ഇന്നലെ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഇത് ഇന്നലെ എയർപോർട്ട് ലോഞ്ചിൽ നിന്ന് എടുത്ത ജാമാണ്. ബ്രെഡിൻ്റെ കൂടെ നിന്ന് തിന്നാലോ എന്ന് വെച്ചിട്ട് നമ്മൾ എടുത്തേക്കാം, റാസ്ബെറിയുടെ. അപ്പോൾ അതും കൂട്ടിയിട്ട് നമ്മൾ ബ്രെഡും ജാമും കഴിക്കണം. ബ്രെഡും ബീഫും കഴിക്കും. ഇതിലേതെങ്കിലുമൊക്കെ കഴിക്കണം നമ്മൾ. പാൽക്കപ്പയും ബീഫാണ് കഴിക്കുന്നത്. വീണ്ടും ബ്രെഡും ബീഫാണ് കഴിക്കുന്നത്. നല്ല തണുവുണ്ട് ഗൈസ്. ഇങ്ങനെ കോട ഇങ്ങനെ പൊഴിയുന്നുണ്ട്. മഴയുടെ ചാറ്റൽ പോലെ. ഞാൻ പറയുമ്പോൾ കേൾക്കുമെന്ന് പോലെ എനിക്കറിയില്ല. പക്ഷെ സോ ബ്യൂട്ടിഫുൾ. ഇതാണ് നമ്മുടെ വീടിൻ്റെ 9:30-ക്കുള്ള സംഭവങ്ങൾ കേട്ടോ. ഇങ്ങനെയുണ്ട്, നൈസല്ലേ? അടിപൊളി. ഇതാണ് നമ്മുടെ റൂം. ഇതിലൂടെയാണ് നമ്മൾ കയറുക. ഗൈസ്, ഇവിടെ മുല്ലപ്പൂ പോലത്തെ ഒരു പൂവ്. പച്ചമുളക് കണ്ടോ? പച്ചമുളക് അടിപൊളി. അവിടേക്ക് നിൽക്കുന്നുണ്ട്.
ഇതാണ് രാവിലത്തെ നമ്മളുടെ നിന്നിരുന്ന പ്രോപ്പർട്ടിയുടെ വ്യൂ കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ ഇതെനിക്കറിയാം, ഒരു മൗണ്ടൻ ആണ്. ജബൽ സംഹാൻ്റെ അതേ ഹൈറ്റിലുള്ള അതേ ലെവലിലാണ് ഇതും നിൽക്കുന്നത്. അവിടെയുള്ള ഹോട്ടലാണ്. കാരണം നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ നോക്കി നോക്കാം, എന്തെങ്കിലും കാണുമോയെന്നൊന്നും അറിയില്ല. നമ്മളുടെ ബാക്ക് സൈഡിൽ കണ്ട പോലത്തെ കുറേ ഇറങ്ങാനുള്ള സംഭവങ്ങളുണ്ട്. കിളികൾ പറന്നുവോ, മൊഴികൾ നനഞ്ഞുവോ. എൻ്റെ അമ്മോ, ഇതെന്താണ്? ഒരു വെള്ള പച്ചതുപോലെ കാണുന്നുള്ളല്ലോ, ഒന്നും കാണുന്നില്ല കേട്ടോ. യാ റബ്ബേ, ഇവിടെ എന്തോ ഒരു മരമൊക്കെ ഉണ്ട് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആരൊക്കെ പോലും വരലൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. വേസ്റ്റുകൾ കാണുന്നുണ്ട്. ഞാൻ ചെരുപ്പ് ഇവിടെ ഊരിയിട്ടെ, അല്ലെങ്കിൽ ഞാൻ ചെരുപ്പ് തട്ടിയിട്ട് വീഴും കേട്ടോ. കൊക്ക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. നമ്മളുടെ വണ്ടിയും നമ്മളുടെ ബിൽഡിങ്ങും ഒക്കെ അപ്പുറത്താണ്. അപ്പോൾ മഴ പെയ്ത് കാരണം ഇതൊന്നും കാണാൻ പറ്റൂലേ? അപ്പോൾ ഇനി എപ്പോഴാണ് കാണാം? ആ ശരി, അപ്പോൾ ഇനി എന്നാ ഇത്? എന്നെ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കണേ. അയ്യോ വലിക്കല്ല, ഞാൻ ഒന്നും എത്തിയിട്ടില്ല. സ്ലിപ്പായിട്ട് നിലത്ത് ഉണ്ടാവും. പാമ്പൊക്കെ കഴുത്തിരിക്കും ചപ്പിട്ടാ. പാവൻ്റെടോ, ട്രൈപോഡ് എടുക്കാൻ മറന്നിട്ട് കാറിൽ പോകട്ടെ ട്രൈപോഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഒരു മനസ്സമാധാനം ഇല്ല പോലും എന്നെ നിർത്തിയിട്ട് പോകാൻ. കാരണം എന്താ വെച്ചാൽ ഞാൻ ബോധമില്ലാത്തതാണ്. ഞാൻ ചിലപ്പോൾ എൻ്റെ അപ്പുറത്തേക്ക് ചാടും, അങ്ങോട്ട് ഇറങ്ങും. എന്നിട്ട് എന്നെ ഇല്ലേ അവിടം വരെ പോയി എന്നെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് കാറിൽ നിന്ന് നോക്കുമ്പോൾ എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടെ നിർത്തിയേക്കാം. ഞാൻ എവിടേക്കാണ് പോണേ, എന്താ ചെയ്യണേന്ന് നോക്കാൻ വേണ്ടിയിട്ട്. നീങ്ങ ഇതെന്ന് പറഞ്ഞേക്കാം, ഇനി ഞാൻ കൊണ്ടുവരില്ല നിന്നെ ഇങ്ങനത്തെ ശാലകളിലൊന്നും എന്നൊക്കെ പറയും. ഇത് ഭംഗിയാ കാണാൻ. പൊട്ടിത്തൊട്ട് ഹലോ, താനിങ്ങടെ അഡ്വഞ്ചറസ് ആയിട്ട് പോണേ. എന്നൊരു സ്ഥലത്തേക്ക് ഇറക്കാണ്ട് താൻ പോകണ്ട. ഇങ്ങോട്ട് തിരി. മതി കണ്ട. അപ്പൊ ഞാൻ പറയണത് എനിക്ക് കേൾക്കാതിരിക്കാം, താൻ പറയണത് എങ്ങാനും ഞാൻ കേൾക്കാതിരിക്കണം. എടാ, എനിക്ക് ദുൽഖറിന്റെ പോലെ തോന്നണ നിന്നെ. ദുൽഖർ മറ്റേ ആൻമരിയ കലിപ്പിലാണല്ലോ വരില്ലേ, മീശപ്പുലി മലേന്ന്. മതി, ഇങ്ങോട്ട് വാ. മതി. എക്സ്ക്യൂസ് മീ. ഡാ, പറഞ്ഞാ കേട്ടോ, ഇനി ഞാൻ കൊണ്ടുവരില്ല. സർപ്രൈസ് പ്ലാൻ ഒന്നും ഇനി ഞാൻ കൊണ്ടുവരൂല. നോക്കൂ,
നോക്കൂ, അവിടെ നിൽക്കൂ. വാവ്, എടാ ഈ പോസുകളൊക്കെ എന്താടാ നീ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്? വാ മതി. നമ്മളില്ലേ വാദി ദർബാത്ത് നിന്ന് അടിച്ചിട്ട് ഗൂഗിളിൽ വെച്ച് നമ്മളെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ചെറിയ ഇലവിഴ പുഞ്ചിറയിൽ അങ്ങ് ടോപ്പിലൊരു ബിൽഡിംഗ് ഉള്ള പോലെ അങ്ങനെ ഒരു ബിൽഡിംഗ് മാത്രമേ ഉണ്ടായിരുള്ളൂ. എന്നിട്ട് നമ്മൾ വേറൊരു വഴി കൂടെ പോയി കറക്റ്റ് വാദി ദർബാത്തിൻ്റെ റോഡ് എത്തിയിട്ടുണ്ട്. പോലീസുകാർ പറയുന്നത് ആ വഴി പോകാൻ പറ്റൂല. എന്നിട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചു വിട്ട്. നമ്മുടെ കയ്യിലാണെങ്കിൽ പെട്രോൾ ഒരു കട്ടേ ഉള്ളൂ. മീനാട്ടന് ടെൻഷനായി തുടങ്ങി. ഇവിടെയാണെങ്കിൽ അടുത്തൊന്നും പെട്രോൾ പമ്പ് കാണുന്നില്ല. എന്താ ഈ ലാസ്റ്റ് ഇപ്പം എല്ലാം എൻ്റെ തലയിൽ. ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ പെട്രോൾ അടിക്കാന്ന്. അപ്പം ഇന്നലെ ഞാനും പറഞ്ഞിരുന്നു ഫുൾ ടാങ്ക് അടിച്ച സമയത്ത് ഫുൾ ടാങ്ക് അടിക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പം ആള് കേട്ടില്ല. എന്നിട്ട് ഇപ്പം ഞാൻ ചെയ്തത് മാത്രം കുറ്റത്തിലുള്ളൂ. ഇത് നമ്മൾ മാമനും ആൻറ്റിയൊക്കെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് കൊടുത്തയച്ച കപ്പലണ്ടി മിഠായിയാണ്. ഇത് ഞാൻ അബുദാബിയിൽ നിന്ന് ബാഗിലിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിശക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിച്ചാലോ എന്ന് ആലോചിക്കാം. ഇപ്പോൾ വിനേട്ടൻ വന്നിട്ട് ഇത് പൊളിച്ച് കഴിക്കണം. വിനേട്ടൻ വാദി ദർബാത്ത് എവിടെയെന്ന് ചോദിക്കാൻ പോയതാ. അത് തന്നെയാണോ ആകെ ഒറ്റ വഴിയുള്ള രാസ്ത? അത് മുകളിലെ ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ടാണ് അവർ ബ്ലോക്ക് ചെയ്യണമെന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടി പോയി നോക്കാൻ അവർ സമ്മതിക്കും എന്നാണ് പറഞ്ഞത്. കണ്ടോ ഫിഷിനെ കണ്ടോ? ഭാഗ്യം ഒരു ഇത്തിരി കടി കടിച്ചിട്ടില്ല. സാധാരണ വലിയ വലിയ കടികൾ കടിക്കാറുണ്ട്. നമ്മളുടെ UAE പെട്രോൾ പമ്പിൽ മെക്ഡി അല്ലെങ്കിൽ KFC പിന്നെ പപ്പായി ജോൺസ് അങ്ങനത്തെ കുറേ കടകളൊക്കെ ആയിട്ട് നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള കടകൾ കാണാം. ഇവിടുത്തെ പെട്രോൾ പമ്പിൽ കണ്ടോ ബേക്കറി പിന്നെ സ്റ്റേഷനറി അങ്ങനെ കുറേ സാധനങ്ങൾ. ശരിക്കും നമ്മുടെ കേരളത്തിൽ ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ സൈഡിലൊക്കെ നടക്കുന്ന പോലെയില്ലേ ഇങ്ങനെ കുറേ കടകളുണ്ടാവില്ലേ അതുപോലെ. നമ്മൾ ആക്ച്വലി വാദി ദർബാത്ത് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരുന്ന ഒരു വഴിയുണ്ട്. അപ്പോൾ ആ വഴിയിലൂടെ പോയില്ല. കാരണം അവിടെ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ മറ്റേ എന്താ അതിന് പറയുക ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ബ്ലോക്ക് ചെയ്ത് നമ്മൾ കാണാത്തതുകൊണ്ടാണ്. പക്ഷെ കണ്ടവരൊക്കെ ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചെറിയ വഴിയുണ്ട്, ആ വഴി കൂടെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പോയിട്ട് ഇതവിടെ ആരോ പാരാഗ്ലൈഡിങ് ചെയ്യുന്നു. അപ്പം അങ്ങനെ പോയിട്ട് ചെല്ലുന്നത് ആ പോലീസുകാർ നമ്മളെ തിരിച്ചു വിട്ടില്ലേ അവിടേക്കാണ് ചെല്ലുക. അപ്പോൾ നമുക്കറിയില്ല പോലീസുകാർ ഇനി നമ്മളെ കയറ്റോ ഇല്ലെന്നൊന്നും. പക്ഷെ ഇവിടെയൊക്കെ റൈറ്റിക്ക് ലോക്കൽ ഡെസ്റ്റിനേഷനായിട്ട് കാണിക്കൂലേ ബോർഡർ ഇങ്ങനെ ഡയറക്ഷൻ ലോക്കലി കാണിക്കുന്ന ഇവിടെ ഒരു അതായത് ബോർഡ് നമുക്ക് ബ്രൗൺ കളറിലായിരിക്കും. ഇവിടെ ലോക്കൽ തൊട്ടടുത്താണെങ്കിൽ ഒക്കെ കാണിക്കാം. അപ്പോൾ അങ്ങനെ കാണിച്ച ഡയറക്ഷൻ റൈറ്റിലോട്ടാണ്. നമ്മൾ വിചാരിച്ചു ഇതെന്ത് ഇവരിങ്ങനെ ലോക്കലി ഇങ്ങനെ കാണിക്കണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ എന്തായാലും പിന്നെ മറ്റേത് ബ്ലോക്കും ആക്കിയത് കൊണ്ട് അങ്ങനെ പോകാനും പറ്റിയില്ല. അപ്പോൾ ഈ മാപ്പ് പറഞ്ഞ രീതിയിൽ നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ പക്ഷെ നമ്മളുടെ ലോക്കലി ആ ഡയറക്ഷൻ കണ്ട പോലെ ഈ ബാക്കിയുള്ള വണ്ടികളെ ഫോളോ ചെയ്ത് നമ്മൾ പോയതാണ്. പക്ഷെ ഇവിടെ വാദി ദർബാത്ത് എത്തി എന്ന് പറഞ്ഞിട്ട് യു ഹാവ് അറൈവ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നില്ല. നമ്മളില്ലേ പെട്രോൾ അടിച്ചു കേട്ടോ. പെട്രോൾ അടിച്ചപ്പോൾ നമ്മൾ പെട്രോൾ സ്റ്റേഷൻ നോക്കി മാപ്പിലിട്ട് കൊടുത്തിട്ട് മാപ്പുകാർ അടുത്തുള്ള പെട്രോൾ സ്റ്റേഷൻ ഒന്നും കാണിക്കുന്നില്ല. അങ്ങ് ദൂരെയുള്ള 8 മിനിറ്റിൻ്റെ പെട്രോൾ സ്റ്റേഷൻ കാണിച്ച് നമ്മളൊരു 3 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും നമുക്കൊരു പെട്രോൾ സ്റ്റേഷൻ നമ്മൾ ചുമ്മാ നമ്മൾ ഈ പോകുമ്പോൾ കാണൂലേ ബോർഡ് അങ്ങനെ സൈൻ ബോർഡ് കണ്ടിട്ട് നമ്മൾ പോയപ്പോൾ ഉണ്ട് കറക്റ്റ് പെട്രോൾ സ്റ്റേഷൻ. അപ്പോൾ കുറേ ഒന്നും നമ്മുടെ ഗൂഗിൾ മാപ്പിൽ അപ്ഡേറ്റഡ് അല്ല കേട്ടോ. പക്ഷെ ഇപ്പൊ വാദി ദർബാത്തിന്റെ പോലും ഇപ്പൊ അത് ഡയറക്ഷൻ ആയിട്ടല്ലോ ഓയിൽ ചേഞ്ച് സ്റ്റേഷൻ എന്നൊക്കെ കാണിക്കണായിട്ട് പെട്രോൾ പമ്പ് കാണിക്കുന്നത്. നമ്മുടെ അബുദാബിയിൽ പെട്രോൾ സ്റ്റേഷൻ പെട്രോൾ പമ്പ് അടിച്ചു കഴിഞ്ഞാൽ
എല്ലാ സ്റ്റേഷനും കാണിക്കും. ഇത് ഓയിൽ ചേഞ്ച് സ്റ്റേഷൻ. നമ്മൾ ഓയിൽ ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇവിടെ അബുദാബിയിൽ ദുബായിൽ നമ്മൾ വണ്ടിയിൽ എഞ്ചിൻ ഓയിൽ മാറ്റുന്ന സ്റ്റേഷൻസിനാണ് അതിന് വേണ്ടി പ്രത്യേകമുള്ള സ്റ്റേഷനാണ് നമ്മളവിടേക്ക് പോകാണ്ടിരിക്കുക. പക്ഷെ ഇവിടെ വാദി ദർബാത്ത് യു ഹാവ് അറൈവ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു മാപ്പിൽ കാണിച്ച്. പക്ഷെ അത് എന്താ കേവിലാണ്, വളവിൽ കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് പറയാ യു ഹാവ് അറൈവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൽ. ടണലിന്റെ അതിൽ കൂടെ ഉള്ള വഴിയൊന്നും അതിൽ അപ്ഡേറ്റഡ് ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ മാപ്പ് ഒരു നോക്കിയിട്ട് പോയിട്ട് ഒരു കാര്യമില്ല സ്ഥലം. പക്ഷെ നമ്മള് ആദ്യം പോയി വാദി ദർബാത്ത് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്തല്ലേ കൊണ്ടുപോയി നമ്മളാക്കിയത്. അപ്പൊ മാപ്പ് ഒരു പരിധി വരെ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റും, എങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റൂല കേട്ടോ. ഇതാണ് വാദി ദർബാത്ത് ട്ടോ. നമ്മളില്ലേ ഇവിടെ എന്തോ ചിക്കൻ ഗ്രില്ല് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ഗ്രില്ലല്ല, എനിക്ക് സ്വീറ്റ് കോൺ മതി. അപ്പോൾ അത് ഞാൻ പറഞ്ഞു. സ്വീറ്റ് കോൺ വന്നു നമ്മുടെ. നമ്മളിതേ ബിരിയാണി, ഒരു മിനിറ്റ്, ഇതാ ബിരിയാണി വാങ്ങിച്ച് നമ്മൾ തിന്നാൻ വേണ്ടി പോവാണ്. ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു സ്ഥലം നോക്കി പോവാം. ഇത് നമ്മൾ വാദി ദർബാത്തിൻ്റെ അവിടെ തന്നെയാണ് കേട്ടോ. അടിപൊളിയല്ലേ? എന്നിട്ട് ഒന്നും എടുത്തിരുന്നേ. അടിപൊളി വ്യൂ. കളകളമൊഴുകും അരുവിയിൽ എന്തൊരു എണ്ണമില്ലേ അങ്ങനെ, കളകളമൊഴുകും അരുവിയിൽ ഇരുപുളക, അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇതിനായിട്ട് വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം നമുക്ക്. ശരിയാണല്ലോ, ഞാൻ ഇതിൻ്റെ ഇടയിൽ ആലോചിച്ചതാണേ. ഇതിനെ കൊടുത്തില്ലല്ലോ, കൊടുക്കണ്ടേന്ന്. പക്ഷെ ഞാൻ മറന്നുപോയി. അങ്ങനെ നമ്മൾ കുറേ കൺഫ്യൂഷൻസിൻ്റെയൊക്കെ അവസാനം നമ്മളിങ്ങനെ ബോട്ട് സവാരി എടുക്കാൻ തീരുമാനിച്ചിട്ട് നമ്മളിവിടെ പോയതാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു അവിടെ ബോട്ട് സവാരിയൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതാണ് ചൂസ് ചെയ്തത്. അവിടെ കുതിര സവാരിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടല്ലേ ബോട്ടുകളൊക്കെ പോകുന്നത് കാണാൻ. നമ്മളിതിൽ 3.50 3 റിയാലിൽ 50 പൈസയുടെ പൈസയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. 3.50-ൻ്റെയാണ് നമ്മളെടുത്തത്. പെഡൽ 5-ൻ്റെ ഉണ്ട്. അത് അവർ പറഞ്ഞ 4 പേരുണ്ടെങ്കിൽ 5-ൻ്റെ തരാമെന്ന്. പക്ഷേ നമ്മുടെ കയ്യിൽ 4 പേരില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ 3.50-ൻ്റെ പെഡൽ ചവിട്ടി പോകാമെന്ന് വിചാരിച്ചു. ഇത് ക്യൂട്ടായിട്ടുണ്ട്. ഇതിലാണ് പോകുന്നത് കേട്ടോ നമ്മൾ. അല്ല, നമ്മൾ അരയന്നത്തിലേക്ക് തന്നെ പോവാം. വേണ്ട, അന്ന് ഞാൻ ആദ്യം കയറാം. ഇത് കണ്ടോ വെള്ളത്തിൽ ഇതിവിടെ വെച്ചേക്കുന്നത്. വിനാട്ടനാണ് കപ്പിത്താൻ.
ഇത് പോകണ്ട, ചവിട്ടുന്ന ചേച്ചിയാണ്, നല്ല ചവിട്ടാണ്. ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാലടിയിൽ ചവിട്ടുന്നുണ്ട്. ഞാനിവിടെ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് ഇത്ര ഒച്ചയിൽ കേൾക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഞാനൊരു സെൽഫി ക്യാമറ വർത്താനം പറയാം. അങ്ങനെയാണ് ഞാനിങ്ങനെ ചവിട്ടിക്കൊണ്ട് നിൽക്കുക. എന്തായാലും ഇത് അടിപൊളിയായിട്ടുണ്ട്. ഈ വിസിറ്റ് വാതിദർബാത്ത് വർത്ത് വിസിറ്റിംഗ് ആണ്. ഈ 3 റിയാൽ 50 ഫിറ്റ്സ് കൊടുത്തതൊന്നും എന്താ പറയുക, അതൊരു നഷ്ടമായിട്ട് നമുക്ക് തോന്നിയില്ല. തോന്നുന്നുണ്ടോ? ചെറുതായിട്ട്. അതാണ് ആ ഏക്കൊരു ഇതില്ലാത്ത. കൊസുന്നില്ലേ? നമ്മള് അങ്ങനെ അത് കഴിഞ്ഞു. ഒരു മിനിറ്റ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ചവിട്ടിയിട്ട് അറിയാണ്ടായോ? കുഴപ്പമില്ല, ഒരു എക്സസൈസ്. പിന്നെ അടുത്ത സ്ഥലം അടുത്തത് നമുക്ക് ആ വാതിദർബാത്തിൻ്റെ അവിടെയുള്ള വാട്ടർഫോളിൽ അവിടെ പോയിട്ടില്ല. നമ്മൾ വരുന്ന വഴിയിൽ അത് കണ്ടിട്ടേ ഉള്ളൂ. ഒന്ന് അവിടെ ഇറങ്ങി 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ്. ഇന്ന് ആകെ വാതിദർബാത്തിൽ മാത്രമേ പോയിട്ടുള്ളൂ, അറിയോ? എവിടെയും പോയില്ല. വേണ്ട, കുടയുടെ വില ചോദിക്കണം ചോദിച്ച് പറഞ്ഞിട്ട് പോവും. എന്നിട്ട് എന്നെ കൊതിപ്പിച്ച് താക്കോലില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു മിനിറ്റ്. അതിനോ പോക്കറ്റിലുണ്ട്. വെറുതെ ഷോപ്പ് കഴിഞ്ഞു കേട്ടോ. ഇവിടുത്തെ ബോട്ടിങ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 3:45. വൈകിട്ട് 3:45 സമയമാണ്. സൂര്യനെ കണ്ടിട്ട് കാലം മറന്നു എന്ന് പറയില്ല. ഞാൻ ഇന്നലെ കണ്ടത്, ഇന്നലെ മിഞ്ഞാന്നാണ് നമ്മൾ ലാസ്റ്റ് സൂര്യനെ കണ്ടത് അല്ലേ, അബുദാബിയിൽ. പിന്നെ ഇന്നലെ പുലർച്ചെ ഇങ്ങനെ വന്ന് ഇപ്പോൾ സൂര്യനെ കണ്ടേ ഇല്ല സ്ഥലയിൽ വന്നിട്ട്. ഹൗസ് ദിസ് പ്ലേസ് ഗൈസ്? എങ്ങനെ, നിങ്ങൾക്ക് ഇഷ്ടമായോ? നമ്മളുടെ ഈ പിക്ചർ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഞാനാണ് വീഡിയോ എടുക്കുന്നത് ഒരു ഓപ്പോ ഫോണിലാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ച് റിസ്ക്കിയാണ്. ഇത് ഓപ്പോ അല്ലേ? ഓ സോറി, ഓപ്പോ അല്ല കേട്ടോ, OnePlus. ഓപ്പോക്ക് ക്യാമറ ക്വാളിറ്റി നല്ലതാ. കുറ്റം പറഞ്ഞ അല്ല, പേര് മാറ്റി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. സ്ഥലം നിങ്ങൾക്ക് കണ്ടതിൽ വെച്ചിട്ട് ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഫോട്ടോ എടുക്കാം. ഇവിടെ മുകളിൽ അതൊക്കെ എനിക്കറിയാം. വല്ലാണ്ട് കുഴിയിൽ കൊണ്ടുവന്നായി. ഓ എൻ്റെ അമ്മേ, നയൻതാര എടുത്തെടുത്ത് നയൻതാര. വാവാന്ന് പറഞ്ഞാ ചാലനാണ്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും മേഘ ഭയങ്കര സാധനമാണ്.
ട്രൈ കൊടുത്തിട്ട് ഫോട്ടോ എടുക്കണം. സിനിമയിലൊക്കെ നോക്കിട്ടില്ലേ സ്റ്റുഡിയോയിലെ ഗൈസ്, നമ്മളിവിടെ ലൊക്കേഷൻ ഓഫ് ഗ്രാവിറ്റി അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാലോ. അവരൊക്കെ അവിടെ കുപ്പി ഉരുട്ടുന്നുണ്ട്. പക്ഷെ ഇത് കാണുമ്പോൾ ശരിക്കും അപ്പ് ഹിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ ന്യൂട്രലിൽ ഇട്ടു ഗൈസ്. ഇത് നമുക്ക് നോക്കാലോ കാർ പോകുന്നുണ്ടോന്ന്. നോക്ക്, പോകുന്നുണ്ടോ? പിന്നെ മാഷാല്ലാ, ചെറിയൊരു മൂവ്മെന്റ് ഉള്ളൂ അല്ലേ? ഓക്കെ, ന്യൂട്രൽ ഇട്ടു എന്നാണ് പറയുന്നത്. അത്യാവശ്യം സ്പീഡിൽ പോകുന്നുണ്ടല്ലോ. ഈ മരം കാണാനാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. ഈ മരത്തിൻ്റെ പേര് ബയോബാബ് എന്നാണ് പറയുന്നത്. ഇതിനൊരു 30 മീറ്ററോളം ഹൈറ്റും അത്ര തന്നെ ചുറ്റളവും വരും. പിന്നെ ഇതൊരു 500 വർഷത്തിലും മേലെ ഈ മരം നിൽക്കുമെന്നാണ് പറയണത് കേട്ടോ. ഗൈസ്, നമ്മൾ ഒമാനിലേത് ചേച്ചിയാണ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. ചിരിക്കേണ്ട ചേച്ചി, എല്ലാ പടപടക്കിൻ്റെ ചേച്ചി. ഒമാനിൽ വണ്ടി ഓടിക്കുന്ന ഭയങ്കര ആഗ്രഹം. ചെറിയ മഞ്ഞക്കിൻ്റെ റോഡ്, ചെറിയ മഞ്ഞൾ, വലിയ പ്രശ്നമൊന്നുമല്ല. ഇതൊന്നും വിഷയമല്ല. പക്ഷെ നമ്മുടെ അവിടെ എത്തുമ്പോഴാണ് പ്രശ്നം ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇത് കണ്ടോ കടല്? അനന്തതയിൽ വിശാലമായി കിടക്കുന്ന ഈ മഹാസമുദ്രം കണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ മഹാസമുദ്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലല്ല, യുഎഇയിലല്ല, മറിച്ച് ഇത് നമ്മുടെ ഒമാനിലാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒമാൻ ഓഷ്യൻ അഥവാ അറബിക്കടൽ എന്നും അറിയപ്പെടുന്ന ഈ സ്ഥലത്തിൻ്റെ പേര്. ഒമാനിൻ്റെ മണ്ണിൽ നിന്നും ഇതാര് സുന്ദരിയുടെ ക്ലിക്ക്. ഈ ക്ലിക്ക് കണ്ട് പലരും ചോദിച്ചവരോട് 2 ക്ലിക്ക്. ഈ മദാലസയ്ക്ക് വേറൊരു ക്ലിക്കോ. മദാലസയുടെ ചെരുപ്പെടുത്താൽ മദാലസ ചീത്ത അറിയും. റോഡിന്റെ നടുവിലും വര കാണുന്നില്ല, റോഡിന്റെ സൈഡിലുള്ള മഞ്ഞ വരയും ഇല്ല. നമ്മള് ഭാഗ്യത്തിനോട് തിണ്ട് പിടിപ്പിച്ചുള്ളത് കൊണ്ട് തിണ്ട് നോക്കി പോകുന്നു. ഇപ്പൊ ഇത്രയും നേരം തിണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. സമയം 7 മണിയാണ് കേട്ടോ രാത്രിയില്. മീറ്റർ കൂടി ഉള്ളൂ, അല്ലെങ്കിൽ 500 മീറ്റർ ഉള്ളൂ. പക്ഷെ ഒന്നും കാണുന്നില്ല. അവിടെ ഒരു എന്തോ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ വരുമ്പോൾ. അയ്യോ, ആ റൈറ്റ് ആ ഇതന്നെ. അതന്നെ, ഭയങ്കര ലൈറ്റുകളൊക്കെ കണ്ടിരുന്നു ആ വഴിയിൽ. പക്ഷെ ആയിട്ടില്ല, അതുകൊണ്ട് 200 മീറ്റർ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലൊരു മഞ്ഞില് മൂടിയൊരു പ്രകാശം കാണണ്ടേ?
സൈഡിൽ കാണുന്നതാണ് അവരുടെ പ്രോപ്പർട്ടിക്കുള്ള വെളിച്ചം. മക്കളെ, നിങ്ങൾ ദയവ് ചെയ്ത് ഈ പ്രോപ്പർട്ടിക്ക് ഇത്ര രണ്ട് മൂന്നാല് പേരൊക്കെ വരണം. നല്ല SUV-കൾ വേണം, ലൈറ്റൊക്കെ ഉള്ളത്. എന്നാലും ഇത്ര ഫോഗൊക്കെ ഉള്ള ദിവസങ്ങളാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ മലയുടെ മുകളിലുള്ള ഈ ഹോട്ടലിൽ വരാതിരിക്കാൻ നല്ലത്. ഇതാണ് അവസ്ഥ. ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ഒരു മര്യാദക്കില്ല. ഇതിന് റോഡിന് വീതിയുണ്ട്, നല്ല റോഡുകളാണ്, വലിയ കുണ്ടും കുഴിയൊന്നും ഇല്ല.